സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ വേടൻ്റെ വിഷയം തന്നെയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം വേടൻ്റെ കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ആ ചർച്ചയിലേക്ക് വന്നതെന്നുള്ളത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിക്കുവാനായിട്ടൊരു വ്യക്തി മുന്നോട്ട് നിൽക്കുമ്പോൾ അവനെ രാജ്യദ്രോഹിയായിട്ടും അവനെ മറ്റുള്ള രീതിയിൽ അവനെ ജിഹാദിയായിട്ടും ഈ പറയുന്ന രാജീവ് ഗാന്ധി പണ്ട് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൊന്ന ജിഹാദി LTTക്കാരുടെ കൂട്ടത്തിൽ കൂട്ടുകയും ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ അവഹേളിക്കാമോ അതിൻ്റെ എല്ലാം അങ്ങേയറ്റം അതിൻ്റെയൊക്കെ പീക്ക് ലെവലിൽ ആ വ്യക്തിയെ അവഹേളിക്കുകയും ചെയ്ത അന്തയില്ലാത്തവരുടെ പരാമർശങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് ശശികല, മധു, അതേപോലെ അജിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഒരു പ്രസിഡന്റ്, പിന്നെ അതേപോലെ തന്നെ ഈ മിനി കൃഷ്ണകുമാർ, അങ്ങനെ കുറച്ച് പേരെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനെല്ലാം പണി കിട്ടിപ്പോയിട്ടും ആകെ രണ്ടുപേര് വീണ്ടും വീണ്ടും നിന്നങ്ങ് കുരു പൊട്ടുകയാണ്. ആ രണ്ടുപേരും മധുവും അതേപോലെ തന്നെ ശശികലയുമാണ്. ശശികല ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയും ഈ മധു എന്ന് പറയുന്നവൻ RSSൻ്റെ മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യ പത്രാധിപനുമാണ്. അപ്പോൾ രണ്ടുപേരും ആങ്ങളെയും പെങ്ങളെയും പോലെയാണ്. രണ്ടുപേരും വേടനെതിരെ സംസാരിക്കുകയും വേടൻ എന്ന് പറയുന്ന വ്യക്തി മോശമാണ്, വേടൻ LTTയുടെ ഒരു പ്രതിനിധിയാണ്, വേടൻ അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, വേടൻ്റെ പിന്നിൽ വലിയ സഖ്യശക്തികളുണ്ട്, അത് കേരളത്തിനും അല്ലെങ്കിൽ ഇന്ത്യക്കും ഉതകുന്നതല്ല, വേടൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ വേടൻ്റെ വരികൾ മോശമാണ്, അത്ര ശുദ്ധിയുള്ളതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രഹസനമൊക്കെ ആയിട്ട് വന്നു. അതിനിടയ്ക്ക് ശശികല ടീച്ചറിൻ്റെ വലിയ കണ്ടുപിടുത്തലാണ് ഈ കൊച്ചിക്കായലിൽ താഴ്ത്തിയാൽ പോലും കിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ആരെങ്കിലുമൊക്കെ താഴ്ത്താൻ പറ്റുമോ? താഴ്ത്തിയിട്ടുണ്ടാവില്ലല്ലോ, അല്ലെ താഴ്ത്തിയിട്ടുണ്ടോ? ആ വേടൻ്റെ വരികളൊന്നും അത്ര ശുദ്ധമല്ല. പിന്നെ വേടൻ്റെ വരികളിൽ ഈ മോദിയെ പറ്റി പരാമർശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രഹസനങ്ങളൊക്കെ ആയിട്ട് വന്നു. അവസാനം അടപടലം മൂഞ്ചി. നമ്മുടെ സമൂഹത്തിൽ മനുഷ്യനെയും മനുഷ്യത്വത്തിനെയും സ്നേഹിക്കുന്ന ആളുകൾ വേടനൊപ്പം നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ശരിക്കും ഇവർക്കും കൊണ്ടു. ഇവർ പറയുന്ന വിമർശനങ്ങളോ അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങളോ ആരും അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനം കണ്ടെത്തിയൊരു മാർഗമാണ് വേടൻ്റെ വരികൾ ഈ പറയുന്ന ഈ രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ ആളുകൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആളായിട്ട് വേടൻ നിലകൊള്ളുന്നു എന്നുള്ള രീതിയിലേക്ക് അങ്ങ് പറഞ്ഞ് ആ രീതിയിലേക്ക് വേടനെ ഒരു രാജ്യദ്രോഹിയാക്കി അങ്ങ് നാട് കടത്താമെന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് എത്തി. പക്ഷേ ഇതുകൊണ്ടൊന്നും എങ്ങും നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ കൂടെ നിൽക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ BJP കളിച്ചൊരു കളിയാണ്. ഇനി വേടനെതിരെ ആരും സംസാരിക്കാൻ പാടില്ല, വേടനെതിരെ സംസാരിക്കുന്നത് ഈ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വല്ലാത്ത രീതിയിൽ ഒരു കോളിളക്കം ഉണ്ടാക്കുന്നു, സമൂഹത്തിൽ ഒരു ഭിന്നത ഉണ്ടാവുന്നു, ഒക്കെയുള്ള കാരണങ്ങളാൽ BJPയിലുള്ള ഒരു പ്രതിനിധിയും ഇനി വേടനെതിരെ സംസാരിക്കാൻ പോകരുതെന്ന് BJPയുടെ നേതൃത്വം അറിയിക്കുകയുണ്ടായി. അതോടുകൂടി മിനി കൃഷ്ണകുമാർ ഒരു സൈഡിലേക്ക് വാലും ചുരുട്ടിയും കയറി. പിന്നീട് ഈ മധു എന്ന് പറയുന്നവൻ വീണ്ടും വീണ്ടും കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരുവിലൊക്കെ കിടന്ന് പട്ടി കുരയ്ക്കും പോലെ അവൻ കിടന്ന് കുരയാണ്. എന്താ കുരയ്ക്കുന്നത്? വേടൻ ഇങ്ങനെയാണ്, വേടൻ അങ്ങനെയാണ്, എൻ്റെ അമ്മ അങ്ങനെയാണ്, വേടൻ്റെ അമ്മ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പരാമർശം. അതിൻ്റെ കൂടെ പിടിക്കാൻ ഇവൻ്റെ സഹോദരിയായിട്ടുള്ള KP ശശികലയും. അല്ലയോ ടീച്ചറെ, എന്ത് വിവരമാണ് താങ്കൾക്കുള്ളത് ഇങ്ങനെ വന്നിട്ടൊരു വ്യക്തിയെപ്പറ്റി ഇങ്ങനെ സംസാരിക്കാനായിട്ട്? ഒരു വ്യക്തിയെ അവഹേളിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവഹേളിച്ചിട്ടും എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ജാതി വെറി അങ്ങോട്ട് പോകുന്നില്ല, തീരുന്നില്ല. എത്രത്തോളം അവഹേളിക്കാമോ അത്രത്തോളം അവഹേളിച്ചിട്ടും നിങ്ങളുടെ ഉള്ളിലെ ജാതിയും വർണ്ണ വിവേചനങ്ങളും ഒന്നും അങ്ങോട്ട് മാറുന്നില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും വിഷം തുപ്പി അതങ്ങ് മൂർച്ച കൂട്ടിയാണ് നിങ്ങളുടെ ഉള്ളിലെ ആ വാക്കുകൾക്ക് അല്ലെ നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾക്കും. അത് ആര് വകവെക്കാനാണ്? തെരുവിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടിയെ ആരെങ്കിലും നോക്കുമോ? നമ്മുടെ വീട്ടിൽ കിടന്ന് കുരയ്ക്കുകയാണെങ്കിൽ നമ്മൾ നോക്കും അവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളത്. അതേസമയം തെരുവിലാണ് കിടന്ന് കുരയ്ക്കുന്നതെങ്കിലും ആര് നോക്കാനാ? തെരുവ് പട്ടി കിടന്ന് കുരച്ചിട്ട് പോകും, അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ശശികലയും അതേപോലെ തന്നെ മധുവിനെയും ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ കാണുന്നത്. ഈ പട്ടി എത്ര കിടന്ന് കുരയ്ക്കുമെന്ന് കണ്ടിട്ടാ? കൂടിപ്പോയ 1-2 തവണ കൂടി കുരയ്ക്കും, അതിനപ്പുറത്തേക്ക് കുരയ്ക്കുമോ? ഇല്ല, അതിനുള്ളതൊന്നും ഇല്ല. ഇല വെക്കാറായി രണ്ടും ഉണക്ക ചുള്ളി. കാറ്റടിച്ചാൽ പറന്നു പോകുന്ന സാധനങ്ങളാണ് വന്നിട്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശത്തിനെയും അയാളുടെ ചങ്കിലെ ധൈര്യത്തിനെ അളക്കാൻ വരുന്നത്. എന്ത് നടക്കാനാ? എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കുമോ? ഒന്നുമില്ല. കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലിരി അമ്മച്ചി, എൻ്റെ പൊന്നു മതിച്ചേട്ടാ, അല്ലാതെ ഈ പരിപാടിക്കൊന്നും ഇറങ്ങരുതേ. അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാവരും കാത്തിരുന്നൊരു മറുപടിയാണ് വേടൻ്റേത്. വേടൻ വീണ്ടും ഒരു മറുപടിയായിട്ട് വന്നു. അതായത് ഈ മധുവിനും ശശികലയ്ക്കും എതിരെ, അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന ഒരു പാർട്ടി, വർഗീയ പാർട്ടിയുടെ അവരുടെ ഒരു വിമർശനത്തിനൊക്കെ ഒരു പരാമർശത്തിനൊക്കെ ഒരു മറുപടിയായിട്ട് വേടൻ വന്നു. വേടൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്തുകൊണ്ട് മോദിയെ കളിയാക്കിയതിന് അന്ന് കേസ് വന്നില്ല, അല്ലെങ്കിൽ ഇതിന് മുന്നേ കേസ് വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അന്നൊന്നും വന്നില്ല, ഇപ്പോഴാണ് വന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനിയും പറയുക തന്നെ ചെയ്യും. ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് ഇനിയും ഉറക്കെ തന്നെ പാടും, പറയും. പാടാനുള്ള കഴിവുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ ഞാൻ കലാകാരനായിട്ട് തുടരുന്ന കാലത്തോളം ഞാൻ പാടുകയും ചെയ്യും, പറയുകയും ചെയ്യും എന്നാണ് വേടൻ പറയുന്നത്. ഇനി ആർക്കൊക്കെ കുരു പൊട്ടിയാൽ എനിക്കൊരു കോപ്പും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് വേടൻ അത് പറഞ്ഞു വെക്കുന്നത്. വേടൻ്റെ സൗമ്യമായ ഭാഷയിലും വേടൻ്റെ ഒരു പക്വതയും എത്രത്തോളം പക്വതയുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. അറിവും വിവരവും വിദ്യാഭ്യാസം കൂടിപ്പോയാലും പ്രശ്നമാണ്. അതേസമയം വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അറിവും പക്വതയും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം, അതിന് ശേഷം നമ്മുടെ വീഡിയോയിലേക്ക് വരാം.
ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാകുമെന്നാണ് വിചാരിച്ചത്. ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ്. നമ്മൾ ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പോൾ നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അതിൽ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ള മാഷ. ഞാൻ അവർക്ക് മടുക്കുമ്പോൾ അവർ പൊക്കോളും. നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല. അപ്പോൾ അവർ മടുക്കുമ്പോൾ അവർ പൊക്കോളും. കുഴപ്പമില്ല. ഇത് പ്രശ്നമായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ? തീർച്ചയായും കണ്ടില്ലേ, അദ്ദേഹം പറയുന്ന വാക്ക് കേട്ടില്ലേ? സംഘപരിവാർ വിടാതെ പിന്തുടരുകയാണല്ലോ വേടാന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മടുക്കുമ്പോൾ പൊക്കോളും മാഷേ. എനിക്കിതൊന്നും ഒരു പുത്തരിയല്ല എന്നാണ് വേടം പറയുന്നത്. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക. അതിൽ വിമർശനങ്ങൾ വരും. വിമർശനങ്ങൾ ഇല്ലാത്ത ഒരു കാര്യം നടക്കത്തില്ലല്ലോ. ഇപ്പോൾ എന്ത് ചെയ്താലും വിമർശനമാണ്. നല്ലത് ചെയ്താലും വിമർശിക്കും, മോശം ചെയ്താലും വിമർശിക്കും. വിമർശിക്കാനുള്ളവർ എന്ത് ചെയ്താലും വിമർശിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം കുറ്റം മാത്രം കണ്ടുപിടിച്ച് വിമർശിക്കുന്നവർ നല്ലത് ചെയ്താലും കുറ്റം മാത്രമേ കണ്ടുപിടിക്കാൻ മുന്നോട്ട് നിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന പോലെ ഈ സംഘപരിവാറിൻ്റെ കാര്യം. എന്നാലും സംഘപരിവാറെ നാണമില്ലാത്ത നാറുകളായി പോയല്ലോടാ നീയൊക്കെ. നിന്നെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നിൻ്റെയൊക്കെ മുഖംമൂടി എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഉന്നത കുലജാതം വന്നാലേ ആദിവാസി അല്ലെങ്കിൽ ഗോത്രവർഗ്ഗത്തിൽപ്പെട്ടവർക്ക് ഉന്നമനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞൊരു ഉന്നത കുലജാതനുണ്ട്, സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപി എവിടെ ഇപ്പോൾ? എന്തെങ്കിലും പറയാനുണ്ട്? ഈ പറയുന്ന ഗോത്രവർഗ്ഗക്കാരെ അങ്ങ് അഗാധമായി പ്രണയിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ നിൽക്കണമെന്ന് ഞാൻ മോദിജിയോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. മോദിജി അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ സുരേഷണ്ണ ഈ ഒരു വിഷയത്തിൽ, ഈ പട്ടികജാതി പട്ടികവർഗ്ഗത്തിൽ ആളുകൾ അനുഭവിക്കുന്ന ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പേരൂർക്കടയിൽ ബിന്ദു എന്ന് പറയുന്നൊരു യുവതിയെ പോലീസുകാർ അധികൃതമായി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. അവർ ദളിത് യുവതിയാണെന്ന് അറിഞ്ഞതിന് ശേഷം അവർക്ക് നിറമില്ല, സൗന്ദര്യമില്ല എന്നുള്ളതിൻ്റെ പേരിൽ അവരെ പിടിച്ചിരുത്തി അവരുടെ അടുത്ത് അസഭ്യമായി സംസാരിക്കുകയും ബാത്റൂമിൽ വെള്ളം കുടിക്കാൻ പറയുകയും ചെയ്ത് തന്തയില്ലാത്ത ഒരു എസ് ഐയെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം മട്ടപ്പാടിയിൽ മധു എന്ന് പറയുന്ന ഒരു യുവാവിനെ മർദ്ദിച്ചു കൊന്ന അതേ സ്ഥലത്ത് തന്നെ ഒരു പയ്യനെ, 19 വയസ്സുള്ള ഒരു ദളിത് യുവാവിനെ കുറച്ചാളുകൾ പിക്കപ്പിൽ വന്നിട്ട് അവന്മാരുടെ പിക്കപ്പിൽ ഇവൻ കല്ലെടുത്ത് എറിഞ്ഞു എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് അവനെ അർദ്ധനഗ്നനായിട്ട് പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം ഈ പട്ടികജാതി പട്ടികവർഗ്ഗത്തിൽ പെട്ടവനാണെന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് പലതവണയും ആ ഒരു പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ നിങ്ങളുടെ ഈ പറയുന്ന RSSും BJP അഴിച്ചുവിടുന്ന ഈ തന്തയില്ലായ്മ കണ്ടിട്ട് പോലും പ്രതികരിക്കാനുള്ളൊരു കഴിവില്ലാത്തവനായി പോയോ സുരേഷ് ഗോപി? നിങ്ങളൊരു കേന്ദ്രമന്ത്രിയാണ്, അതോടൊപ്പം തന്നെ വലിയൊരു മനുഷ്യസ്നേഹിയാണ്, ഈ പട്ടികജാതി പട്ടികവർഗ്ഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവനാണെന്നൊക്കെ വെറുതെ താളം വിട്ടാൽ പോരാ, വല്ലതൊക്കെ ചെയ്ത് കാണിക്കണം. അതിന് ആണത്തം വേണം. ആണത്തമില്ലെങ്കിൽ ഡയലോഗ് അടിക്കാൻ നിൽക്കരുത്. അങ്ങനെയുള്ളൊരു സുരേഷ് ഗോപിയുള്ളൊരു പാർട്ടി, സുരേഷ് ഗോപി അടക്കമുള്ളൊരു പാർട്ടി ഒരു വേടനെതിരെ, ഒരു ചെറിയൊരു വേടനെ കണ്ടപ്പോൾ നീയൊക്കെ പേടിച്ചു. അപ്പോൾ വേടനെ പോലെ 1000 വേടന്മാർ വന്നാൽ നീയൊക്കെ എന്ത് ചെയ്യും? ഒരു വേടനെ കണ്ടപ്പോൾ തന്നെ ഇത്രയും പേടിച്ച് നിൻ്റെയൊക്കെ അങ്ങ് ഇതിൻ്റെ തലമൂത്തപ്പന്മാർ വരെ പേടിച്ച് വിറച്ച് അതിനെ ഒതുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു വേടൻ വന്നപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നാളെ നീയൊക്കെ എന്ത് ചെയ്യടാ? ഒന്നിലധികം വേടന്മാർ വന്നു കഴിഞ്ഞാൽ പേടിച്ച് നിക്കറി മുള്ളിയിട്ട് നീയൊക്കെ ഈ പറയുന്ന വേടനൊക്കെ പാകിസ്ഥാനികളാണ് അല്ലെങ്കിൽ ഭീകരവാദികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് അവർ ചോറാണ് തിന്ന് ജീവിക്കുന്നത്. അവരുടെ തലയിൽ ചാണകമല്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും ഇനി എന്ത് സംഭവിച്ചാലാണ് ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നതെന്നുള്ളതും. കേരളത്തിലെ ജനങ്ങൾ ഏകദേശം ചിന്തിച്ച് കഴിഞ്ഞു. ഈ ചാണകത്തിന് ഇനിയും ഇവിടെ മെഴുകാനായിട്ടുള്ള സ്ഥലം കൊടുക്കരുതെന്നുള്ളത്. അതിനി അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. നിൻ്റെയൊക്കെ വോട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെ നീയൊക്കെ വേടനൊപ്പം നിൽക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. പക്ഷേ സമയം കഴിഞ്ഞു പോയടാ മോനെ. എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്ന മുൻപ് ചെയ്യണമായിരുന്നു. വേടനെതിരെ ശശികലയും മധുവൊക്കെ വന്ന് പറയുന്നതിനൊക്കെ മുൻപ്, അല്ലെങ്കിൽ ഇത് പറയുന്നവർക്കെതിരെ, അല്ലെങ്കിൽ അവർ പറഞ്ഞപ്പോൾ അവരെ നിങ്ങൾക്കൊന്ന് വിമർശിക്കാനോ അല്ലെങ്കിൽ നിങ്ങളങ്ങനെ പറയാൻ പാടില്ല, തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനോ നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരാളുണ്ടായിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ബാക്കി വീഡിയോ കണ്ടു നോക്കാം. അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല, അത് ചെയ്തിരിക്കും. അത് വേടൻ്റെ പാട്ട് ഈ ശരിക്കും പറയാം BJP RSSും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അടിച്ചമർത്തുന്നതിൽ കൂടുതൽ അവർ ഫോക്കസ് ചെയ്തത് വേടൻ്റെ ഉള്ളിലെ ആദർശവും വേടൻ്റെ ആശയവും വേടൻ്റെ കലാപരമായിട്ടുള്ള കഴിവിനെ അങ്ങ് ഉറക്കിക്കെടുത്താനാണ്. എന്തുകൊണ്ടാണ്? വേടൻ ഇനി എഴുതി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാകും. അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി കലാകാരനായി ഇനി തുടരാൻ പാടില്ല. അതിൻ്റെ പേരിൽ വേടനെ കൊടുക്കാവുന്നതും വേടൻ്റെ മാനസിക നില തകരാറിലാക്കാവുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവനെ മെൻ്റലി ഹരാസ് ചെയ്തു, അവനെ ഫിസിക്കലി ഹരാസ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ മാധ്യമ ശ്രദ്ധയോടുകൂടിയും ചെയ്യുകയുണ്ടായി. പക്ഷേ ഇതിലൊന്നും വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് കണ്ടപ്പോൾ പിന്നെയും കുരുപൊട്ടിയിട്ടാണ് വേടനെ ഈ വ്യക്തിപരമായിട്ട് വീണ്ടും അവഹേളിക്കാനായിട്ട് മുന്നേക്ക് വന്നത് എന്നുള്ള കാര്യം പറഞ്ഞാൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ തരാം. എന്തെന്ന് വെച്ചാൽ,
വേടൻ്റെ വരികൾ വേടൻ എഴുതുമ്പോൾ ആ വേടന് ഒരു മെൻ്റലി വേടൻ ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് വേടൻ അതൊക്കെ എഴുതാൻ പറ്റുക. നമുക്കറിയാം ഏതൊരു കലാരൂപമാണെങ്കിലും നമ്മൾ മെൻ്റലി ഫിസിക്കലി എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ആശയം കിട്ടുകയുള്ളൂ. ആ ആശയം കിട്ടിയാലേ നമുക്ക് ആ ഒരു ആശയം വെച്ചുകൊണ്ട് അതൊരു കവിതയോ അല്ലെ കഥയോ എന്തുമായിട്ട് നമുക്കൊന്ന് വർണ്ണിച്ചെഴുതാൻ പറ്റുള്ളൂ. പക്ഷേ വേടൻ്റെ ഒരു ക്രിയാത്മകമായ ഒരു കഴിവിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് പോലീസ് കേസും കഴുത്തിലെ പുലിപ്പല്ലും വേടനെ കഞ്ചാവിൽ കൊടുക്കുക, പിന്നീട് വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണെന്ന് പറഞ്ഞ് അവഹേളിക്കുക, വേടൻ ജിഹാദിയാണെന്നും LTT കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് അവഹേളിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ വേടൻ്റെ ഈ ആവിഷ്കാരം അല്ലെങ്കിൽ വേടൻ്റെ ഈ ആശയമൊക്കെ വേടൻ ഉള്ളിൽ നിന്നങ്ങ് പോകും. പിന്നെ വേടൻ ഒന്നിനും കൊള്ളാത്തവനായി പോകുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെയും മൂഞ്ചി. വേടൻ അതിനുശേഷം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം എഴുതിയൊരു പാട്ടാണ് നരിവേട്ടയിലെ വേടാ വാടാ എന്നുള്ള പാട്ട്. അതിൽ വേടൻ പാടുന്ന ഓരോ വരികളും ഞാൻ ആ പാട്ടൊന്ന് പ്ലേ ചെയ്യാം. അതിൽ വേടൻ ഓരോ വരികളും വേടൻ എത്ര വ്യക്തവും സ്ഫുടവുമായിട്ട് തന്നെയാണ് എഴുതുന്നത്. അവർ വിചാരിച്ചത് ഇങ്ങനെയുള്ളൊരു വേടനെ തളർത്തിയാൽ ഇനി ഇവൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇനി പാടില്ല എന്നുണ്ട്. പക്ഷേ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഈ ഇത്രയും വലിയ പ്രതിസന്ധികൾക്കിടയിലും വേടൻ എഴുതിയ പാട്ട് അല്ലെ എഴുതിയ വരി എന്ന് പറയുമ്പോൾ അത് ഒരു രക്ഷയില്ലാത്ത വരികൾ തന്നെയായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ വീണ്ടും ഒന്നടങ്കം അത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ബാക്കി വീഡിയോ ഒന്ന് കണ്ടുപോകാം. പല കാര്യങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഇലക്ഷനൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയില്ല 2 മാസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന്. എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കാണാം. പുറമേയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ലേ. പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ച് വെക്കാറുണ്ട്, അത്ര തന്നെ. വേറെ ഇല്ല സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാനിപ്പോൾ വീട്ടിലിരിക്കുന്ന കാര്യം പ്രത്യേകിച്ച്. കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത്. ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങിയ ഓട്ടമാണ്. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് വീട്ടിൽ സമാധാനത്തിലാണ് ഇരിക്കുന്നത്. ഉണ്ട്, ഒരുപാട് ഷോസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ, ഇതിൻ്റെ ഭാഗമാണ് അത്. ഞാൻ എന്തായാലും ഒരു 2 മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ്, ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ 2 മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. ഇല്ല മാഷെ, ഒരിക്കലും ഉണ്ടാവില്ല. ചേട്ടൻ എന്താ പറഞ്ഞിരുന്നത്? ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്. അത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത് വലിയ ഒരു എന്താണ് പറയുക, വലിയ ഊർജ്ജമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഇപ്പോൾ അതിന് പറയുക, ഉത്തരവാദിത്വമാണ് അത് ഭയങ്കരമായിട്ടുള്ള. അപ്പോൾ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭയങ്കര വിജിലൻ്റായിട്ട് ഇരിക്കേണ്ട സമയമാണ്. അപ്പോൾ വിജിലൻ്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഞാൻ പോട്ടെ, താങ്ക് യു. കണ്ടില്ലേ എത്ര മാന്യവും എത്ര പക്വതയോടും കൂടിയാണ് വേടൻ ഓരോരുത്തരുടെയും ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത്. എല്ലാവരുടെയും ചോദ്യത്തിന് വേടൻ മറുപടി കൃത്യമായി തന്നെ കൊടുക്കുകയും ചെയ്തു. വേടൻ അതിൽ എടുത്തു പറയുന്നൊരു കാര്യം, ആരൊക്കെയാണ് പറയുന്നത്, ഏതൊക്കെ പാർട്ടിക്കാരാണ് എതിർക്കുന്നത്, ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇതിനുള്ളൊരു പണി ഞാൻ തിരിച്ച് തന്നിരിക്കും. അതെൻ്റെ വാക്കുകളിൽ കൂടി, എൻ്റെ വാക്കുകൾക്ക് ഇനിയും മൂർച്ച കുറയില്ല എന്നുള്ളൊരു കാര്യവും വേടൻ അവിടെ ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തെങ്കിലുമൊക്കെ ഇനിയും സംഭവിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വേടനെതിരെ നിന്നാലും വേടൻ അറിയാം എന്ത് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ജനങ്ങളെ കയ്യിലെടുക്കണം എന്നുള്ളത് വേടൻ നല്ല രീതിയിൽ അറിയാം. ഒരു സ്റ്റേജിനെ കീഴടക്കുന്ന വേടൻ അല്ലെങ്കിൽ ഒരു സ്റ്റേജിനെ കൈയടക്കുന്ന വേടൻ, ആ വേടന് നമ്മുടെ ജനഹൃദയങ്ങളിൽ എത്രത്തോളം വലിയൊരു വരവേൽപ്പ് അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു സ്ഥാനമാണ് കിട്ടിയതെന്നുള്ളത് ആ വേടൻ്റെ വിഷയം വന്നപ്പോൾ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ എന്നടക്കം കണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ ഈ ഒരു വിഷയങ്ങളെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ വൃത്തികെട്ട നിലപാട്, അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി മോശമായിട്ടുള്ള പരാമർശമാണ് വേടനെതിരെ നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അതോടൊന്ന് പ്ലേ ചെയ്യാം. താങ്ക് യു. ശരി സാറേ. അതൊരു വെറുതെ ഒരു ചെറുപ്പക്കാരനെ മോശമാക്കുന്ന രീതി ചെയ്യുന്നതിനോട് ഒരു കാരണം ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും സംശയിച്ചിട്ടുള്ള പയ്യൻ ചെയ്യുന്ന പല പരിപാടികളിലും ഈ അനാവശ്യമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. ആ പ്രശ്നങ്ങൾ ശരിക്കും പറയുന്നത് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെ. കാരണം ഒരാൾ ചെയ്യുന്ന വിഷയങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ 20,000-25,000 പേര് നമ്മുടെ കേരളത്തിൽ സാധാരണ നടക്കുന്ന എല്ലാ കൺസേർട്ടുകളിലും വരുന്നതാണ്. വലിയ ഫംഗ്ഷൻ ഒരുപാട് സ്ഥലങ്ങൾ വരുന്നതാണ്. അവിടെ ഒന്നും നടക്കാത്ത പ്രശ്നം ഈ വേടൻ നടന്ന സ്ഥലത്ത് മാത്രം എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അതെന്തോ ഒരു ക്രിയേഷൻ കൂടെ അതിനകത്ത് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട വിഷയം. കാര്യം ആ പയ്യൻ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പാടുന്നുണ്ട്, ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അതിനകത്ത് ഞങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള. പ്രത്യേകിച്ച് ഈ ആവശ്യമില്ല അദ്ദേഹത്തെക്കുറിച്ച് മോശം പറയുന്ന ഒരു കാരണവും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് വിവരക്കേടെന്നുള്ള എന്താ പറയുക, നിങ്ങൾ ശുദ്ധ വിവരക്കേട്. കണ്ടില്ല അദ്ദേഹം പറഞ്ഞത്, ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നല്ലൊരു കാര്യം ഞാൻ കേൾക്കുന്നത്, അല്ലെ SNDPയുടെ സൈഡിൽ നിന്ന് നല്ലൊരു നിലപാട് കേൾക്കുന്നത്. അപ്പോൾ
വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ആ വേടൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ശശികല പറഞ്ഞതിലും അതേപോലെ തന്നെ മധു പറഞ്ഞ കാര്യങ്ങളിലും എല്ലാം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. വേടൻ പോകുന്നിടത്തെല്ലാം പ്രശ്നമാണ്. ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നിയന്ത്രണാതീതമായിട്ടുള്ള തിരക്കുകൾ വരുന്നു. അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു. വേടൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം, അല്ലെങ്കിൽ വേടൻ്റെ പരിപാടി വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ഇനി അതുണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ വേടനെ വിളിക്കാതിരിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ അത് നടക്കാത്തിടത്തോളം കാലം കുരു പൊട്ടാവുന്ന മധുവിനും അതേപോലെ തന്നെ ശശികലയ്ക്കും ഇതിനൊപ്പം കൂടെ നിൽക്കുന്ന ചാണക തീണികൾക്കും ചാണകം തിന്നുന്ന വണ്ടുകൾക്കും എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ വേടനെ എത്രത്തോളം ജിഹാദിയാക്കി നോക്കാമോ അല്ലെങ്കിൽ വേടനെ എത്രത്തോളം അടിവാരി തേക്കാൻ ശ്രമിക്കുന്നുവോ അത്രമാത്രം വേടൻ വീണ്ടും ഉയർന്നുകൊണ്ടേയിരിക്കും. വേടൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും രാജാവാണ്. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടുള്ള ഒരു ഡയലോഗുണ്ട്. അതായത് പോലീസുകാരുടെ ലിസ്റ്റിൽ റൗഡി ആയിരുന്നവൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഹീറോ ആയിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഹീറോ ആയിരുന്നു. അതാണ് നമ്മളിവിടെ കാണുന്നത്. വേടൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ സ്വന്തമാക്കി ഉണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എത്രത്തോളം കരിവാരി തേക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തിയെ ജനങ്ങൾ സ്നേഹം കൊണ്ട് മൂടും. അതെൻ്റെ മകനാണ്, എൻ്റെ സഹോദരനാണ്, എൻ്റെ അനിയനാണ്, എൻ്റെ ചേട്ടനാണ് എന്നുള്ള രീതിയിൽ കാണുന്ന എത്രത്തോളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? സംഖ്യകളെ അറിയില്ല. അതിന് ഒറ്റ തന്തയ്ക്ക് ജനിക്കണം. പല തന്തയ്ക്ക് ജനിച്ചാൽ ഇതേപോലത്തെ അഭിപ്രായങ്ങളും ഇതുപോലത്തെ നിൻ്റെയൊക്കെ പരാമർശങ്ങളും വിവാദങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒറ്റ തന്തയ്ക്ക് ജനിച്ചില്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ കാത്തിരുന്ന് കാണാം ഇനി എന്താണ് നിനക്കൊക്കെ കിട്ടാൻ പോകുന്ന പണിയെന്നുള്ളത്.